തൃശൂർ കൊടുങ്ങല്ലൂരിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ആലപ്പുഴ സ്വദേശിയെ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനനെ കൊടുങ്ങല്ലൂരിൽ ഉപേക്ഷിച്ചത് എറണാകുളം കൂനമാവിലുള്ള അഗതി മന്ദിരം നടത്തിപ്പുകാരാണെന്ന് പോലീസ് കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട അഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ 3 പേർ കൊടുങ്ങല്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണിപ്പോൾ. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്തിനാണ് ഈ ആളെ ഈ അഗതി മന്ദിരക്കാർ ഉപേക്ഷിച്ചത്? അതായത് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് അവശ നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലാകെ മുറിവേറ്റ നിലയിലും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലുമായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. വളരെ ഗുരുതരമായി ഇയാൾക്ക് മർദ്ദനമേറ്റതായും അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴ സ്വദേശിയായ സുദർശനൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എന്ന് മനസ്സിലായത്. ഇയാൾ ഒരു കൊലക്കേസ് പ്രതിയായിരുന്നു. അപ്പോൾ നേരത്തെ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൽ ഉണ്ടായ പ്രതികാരമായിരിക്കാം ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പോലീസ് ആദ്യം കരുതിയത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ്, കൊടുങ്ങല്ലൂർ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഒരു കൂനമ്മാവിലുള്ള ഒരു അഗതി മന്ദിരത്തിലാണ്, പറവൂർ ഭാഗത്തുള്ള ഒരു അഗതി മന്ദിരത്തിലാണ് ഇയാൾ താമസിച്ചിരുന്നതെന്നും അവിടെ വെച്ച് ഒരു ആക്രമണത്തിന് ഇരയായിട്ടുണ്ടായിരുന്നെന്നും മനസ്സിലായത്. അഗതി മന്ദിരത്തിലെ തന്നെ അന്തേവാസികളായിരുന്നു ഇയാളെ ആക്രമിച്ചത്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പിന്നീട് ചികിത്സിക്കാതെ ഈ അഗതി മന്ദിരത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ നടത്തിപ്പുകാരായ ആളുകൾ കൊടുങ്ങല്ലൂരിൽ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് ഈ അഗതി മന്ദിരത്തിൻ്റെ നടത്തിപ്പുകാരായ 3 പേരെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊടുങ്ങല്ലൂർ DYSPയുടെയും കൊടുങ്ങല്ലൂർ CIയുടെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടത്തുന്നത്. ഈ പരിക്കേറ്റ സുദർശനെ ജനനേന്ദ്രിയത്തിൽ മുറിവേറ്റിരുന്നു. പിന്നീട് ചികിത്സയുടെ ഭാഗമായി ജനനേന്ദ്രിയം നീക്കം ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇയാൾക്ക് ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.